ഹായ് ഫ്രണ്ട്സ്, നിരഞ്ജൂസ് ഡൈനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ഇന്ന് ഒരു സ്പെഷ്യൽ ചിക്കൻ കറിയാണ് തയ്യാറാക്കുന്നത്. നിങ്ങളൊക്കെ ഇങ്ങനെയാണോ ചിക്കൻ കറി തയ്യാറാക്കുന്നതെന്ന് നോക്കണേ. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഒരു 2 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള മസാല തയ്യാറാക്കാം. അതിനായിട്ട് സവാള ചെറുതായിട്ട് അരിഞ്ഞ് ഉപ്പൊക്കെ ഇട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് കാശ്മീരി മുളക് പൊടിയാണ്. മുളക് പൊടി എടുത്തു. 2 സ്പൂൺ മല്ലിപ്പൊടി ആവശ്യത്തിന് എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമുക്ക് കുരുമുളക് പൊടി, പിന്നെ ഈ മസാല അരച്ചാണ് ചേർക്കുന്നത്, എങ്കിലും മണത്തിന് വേണ്ടി ഞാൻ അല്പം ചിക്കൻ മസാലയും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ചിക്കൻ മസാല ഒരു 1/2 സ്പൂൺ ഇട്ടു. അപ്പോൾ ഇതിൻ്റെ ഒരു പച്ച മണം മാറാൻ വേണ്ടി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ചൂടാക്കിയെടുത്തതിന് ശേഷം നമുക്കിതെല്ലാം കൂടെ ചിക്കനിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ മസാല നമുക്കൊന്ന് അരച്ച് ചേർക്കണം. അതിനായിട്ട് പെരുംജീരകം, കറുവപ്പട്ട, തക്കോലം, ഏലയ്ക്ക ഇതൊക്കെ എടുത്തിട്ടുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി, അത് ഓരോരുത്തർക്കും മസാലയുടെ ടേസ്റ്റ് കൂടുതൽ വേണ്ടുന്നവർ കൂടുതൽ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ എടുക്കണം. അപ്പോൾ ഞാനിത് കഴുകി വെച്ചതിന് ശേഷം ഒരു അല്പം മുളക് പൊടിയും ഉപ്പും കൂടി ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ഈ മസാല പേസ്റ്റ്, ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അരച്ചതും പിന്നെ നമ്മുടെ ഉള്ളിയിൽ പൊടിയൊക്കെ ഇട്ട് വഴറ്റിയതും കൂടെ നമുക്ക് ഇതിലോട്ടിട്ട് നന്നായിട്ട് ഇളക്കി ഒരു 15 മിനിറ്റ് വെക്കണം. നമ്മൾ എത്രയും നേരം വെക്കാമോ അത്രയും ആ ഗ്രേവിക്കും ചിക്കനും ടേസ്റ്റ് പിടിക്കും. ഞാനിതിൽ വിനാഗിരിയോ നാരങ്ങ നീരോ ഒന്നും ചേർക്കുന്നില്ല. ഇങ്ങനെ ഒന്ന് പരട്ടി ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് പരട്ടി വെക്കാമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഗ്രേവിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് കുറച്ച് വെള്ളത്തിൽ, അതായത് നമ്മൾ ഈ ചിക്കൻ വേവുമ്പോൾ ഇതിൽ നിന്നൊരു വെള്ളം ഇറങ്ങും. അതുകൊണ്ടപ്പം നമുക്ക് കുറച്ച് വെള്ളത്തിൽ ഇതൊന്ന് വേവിച്ചെടുക്കാം. അടുപ്പിൽ വെച്ച് നന്നായിട്ടത് കുക്കായിട്ടുണ്ട്. ഒരു 15-20 മിനിറ്റ് അപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് അപ്പത്തിൻ്റെ കൂടെയോ പിടിയുടെ കൂടെയോ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല ഒരു ചിക്കൻ കറിയാണ്.